നിങ്ങൾ ഈ ഫ്രണ്ട് കാണുന്നതാണ് ടൈഗൂണിൻ്റെ GT പ്ലസ് ക്രോം എന്ന് പറയുന്ന വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചാനൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സ്പോർട്ട് വേരിയൻ്റെ റിവ്യൂസ് ഞാൻ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കിയാൽ സെയിം കളർ തന്നെയാണ്. ഈ അവക്കാഡോ പേൾ എന്ന് പറയുന്ന പുതിയ കളറാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത്. ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ ബൂട്ട് ഓപ്പണിംഗ് ഓപ്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാനുവൽ കീ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീയിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ, അതായത് ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ആ ഒരു നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ പോർഷൻ അടക്കം മാറ്റിയിട്ടുണ്ട്. പലരും ചോദിക്കുന്നതാണ് ഇതിന് ഫോഗ് ലാമ്പ് ഇല്ലല്ലോ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ട എല്ലാ വെതറും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു ഹെഡ് ലാമ്പാണ്. നോർമലി എന്താ പറയണ്ട നമുക്ക് പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ഹെഡ് ലാമ്പ് വേർട്ടിസിലോ അല്ലെങ്കിൽ ടൈഗൂണിലോ ഉണ്ടായിരുന്ന പോലത്തെ ഹെഡ് ലാമ്പ് അല്ല ഇതിൽ കൊടുത്തുള്ളത്. ഓട്ടോ ലെവലിംഗ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ തന്നെ എന്താ പറയുക ടേണി നമുക്കൊരു സൈഡിലേക്ക് തിരിക്കുന്നതിനനുസരിച്ച് ആ ഒരു സൈഡിലേക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഹെഡ് ലാമ്പിൻ്റെ അകത്ത് തന്നെ ഒരു ഫംഗ്ഷൻസ് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഓട്ടോ ടേണിങ് ഹെഡ് ലാമ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുള്ളത്. പിന്നെ താഴെ ഒരു ക്രോം പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യം ഫോഗ് ലാമ്പുള്ള ഒരു പോർഷനായിരുന്നു. ഇത് ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ആണെങ്കിൽ ഇത് ക്രോം ഫിനിഷിലാണ് കൊടുത്തുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു ഫൈബർ പാർട്ട് കാണാൻ പറ്റും. നമ്പർ പ്ലേറ്റിൻ്റെ പോർഷനാണ് ഫൈബർ പാർട്ടാണ് കൊടുത്തുള്ളത്. ഈ ഒരു ഗ്രില്ല് ഫുള്ളി ഓപ്പണാണ്. പിന്നെ ലോഗോ ഇലുമിനേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു സ്ട്രിപ്പ് അടക്കം DRL ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കണക്റ്റഡ് ആയിട്ട് DRL ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നറിയില്ല. ഈ ഒരു പോർഷൻ ഈ ഒരു കേവ് ഷേപ്പിലാണ് വരുന്നത്. ഈ ഒരു സംഭവം ഒരു കേവ് എന്നുള്ള രീതിയിലാണ് വരുന്നത് ഗ്രില്ലിൻ്റെ അകത്ത്. അത് ലുക്കിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 സെൻസേഴ്സ് ഓൾറെഡി ഫ്രണ്ടിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് പോകുമ്പോഴാണ് 3 സെൻസേഴ്സ് വരുന്നത്. ഇനി സൈഡിലേക്ക് വരാം. ബോണറ്റിൻ്റെ ഡിസൈൻ്റെ അകത്തൊന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർ കൊണ്ടുവന്നില്ല. ഈ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിൻ്റെ അകത്തുള്ള ചേഞ്ചസ് ആണ്. ഈ ഒരു അടിയിലുള്ള ഒരു പോർഷൻ ആണെങ്കിലും ഡിസൈൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം അവർ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് വരുന്നുണ്ട്. റെഡ് കാലിപ്പർ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമാണ്. പിന്നെ ലോഗോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. ബോൾട്ടിൻ്റെ ഒരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലോയ് വീലിൻ്റെ ഡിസൈൻ്റെ പിന്നെ ആ സൈസ് പറഞ്ഞില്ല അലോയുടെ എല്ലാ ടയറിൻ്റെ, അതായത് ടയറിൻ്റെ 205, 55, R17 ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. GT പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്നത്. തൊട്ട് താഴെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക 1 ലിറ്ററിൻ്റെ ഒക്കെ മീറ്റർ ഓപ്ഷനൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് GTയുടെ ബാഡ്ജ് കാണാൻ പറ്റും. ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു മിററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ സെയിം. ഞാൻ ജസ്റ്റ് വണ്ടി വന്നപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താവുന്ന രീതിയിലാണ് ഞാൻ ചാനലിൽ എപ്പോഴും വീഡിയോസ് ഇടാറ്. റിക്വസ്റ്റിംഗ് സെൻസർ ഇപ്പോഴും ഉണ്ട്, 2 സൈഡിലും ഉണ്ട്. അവിടെ ക്രോം ഫിനിഷ് കാണാൻ പറ്റും. ബാക്കി വേരിയൻറ്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ ഒരു ബ്ലാക്ക് ഔട്ട്, ഒരു സ്മോക്ക് ടൈപ്പിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. അലോയ് വീൽ വന്നപ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഈ ഒരു പാനലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. മിഡിൽ ഓപ്ഷനിലൊക്കെ പോകുമ്പോൾ അവിടെ നമുക്കൊരു ഫൈബർ ഫിനിഷാണ് കിട്ടുക. റൂഫ് റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷനബിളാണ്. അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷിലാണ്, കളർ ഫിനിഷിലാണ് കൊടുത്തില്ല. പിന്നെ നിങ്ങൾക്ക് സൺറൂഫ് ഈ ഒരു വേരിയൻറ്റിലുണ്ട്. ടോപ്പ് ലൈനിലും പാനറോമിക് സൺറൂഫ് ഈ ഒരു വേരിയൻറ്റിലും അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി റിയറിലേക്കുള്ള ഡിസൈനിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റിയർ ഡിസൈൻ വരുന്നത്. പണ്ടത്തെ നിന്നും ചെറിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, റിയറിലെ ലോഗോ അടക്കം ഇലുമിനേറ്റഡ് ആണ്. പിന്നെ ഈ ഒരു പോർഷൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അടിയിലുള്ള ഡിഫ്യൂസറിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. റിയറിൽ 3 സെൻസേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വെച്ചാൽ ഇവിടെയാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡിഫ്യൂസറും അതുപോലെ തന്നെ ഡിഫോഗറും അതുപോലെ തന്നെ വൈപ്പറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഫ്ലഷിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് കിറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ബൂട്ട് സ്പേസിൻ്റെ അകത്തൊന്നും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പാർസൽ ട്രേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. അത്രയൊക്കെയാണ് റിയറിൽ പറയാനുള്ളത്. ജസ്റ്റ് ഡിസൈൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വേറൊരു കളർ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു കളറും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്ന കളർ പലർക്കും കണ്ട് പരിചയം ഉണ്ടാവില്ല. സ്റ്റീൽ ഗ്രേ പുതിയതാണ്. ഈ അവക്കാഡോ ഗ്രീൻ എന്ന് പറയുന്നത് പുതിയ കളറാണ് വരുന്നത്. ഇതാണ് ഇൻറ്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഈ ഒരു ബേജ് കളറും പ്ലസ് ബ്ലാക്ക് ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലൊക്കെ വരുന്നത്. ക്രോം എഡിഷനിലൊക്കെ വരുന്നത്. സ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഫുൾ അടക്കം ബ്ലാക്ക് ആയിരിക്കുന്നു. ഹെഡ്റെസ്റ്റ് 3 അവൈലബിൾ ആണ്. സൺറൂഫ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ വരെയാണ് വരുന്നത്. ഈ ഒരു പാസഞ്ചറിൻ്റെ ഈ ഒരു പോർഷൻ വരെയാണ് സൺറൂഫിൻ്റെ ഇത് വരുന്നത്. റിയർ AC വെൻസും ചാർജിങ് പോർട്ടും കാണാൻ പറ്റും. ഒരു ഹമ്പ് എന്നുള്ളൊരു ചെറിയ രീതിയിലൊരു ഹമ്പ് നമുക്ക് മിഡിൽ പാസഞ്ചേഴ്സിന് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്ന രീതിയിൽ അതിൽ കാണുന്നുണ്ട്. ഇതാണ് ഡോർ പാഡ് വരുന്നത്. ഡോർ പാഡിൻ്റെ അകത്ത് ഈ ഒരു കളർ തന്നെയാണ്, കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തുള്ളത്.
ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടെ, അതായത് ഫ്രണ്ടിലുള്ള ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ. ക്ലസ്റ്ററിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ചസ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വേരിയലിൻ്റെ ടോപ്പ് ലൈനിലൊക്കെ എന്ന് വെച്ചാൽ ക്ലസ്റ്റർ ഒരു പുതിയൊരു ക്ലസ്റ്ററാണ് കൊടുത്തുള്ളത്. സീറ്റ് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് വരുന്നുണ്ട്, അതായത് 6 വേ അഡ്ജസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയലിലും ടോപ്പ് ലൈനിലുമാണ് വരുന്നത്. ബ്രേക്ക് പാഡും ആക്സിലറേറ്ററും കാണുന്നുണ്ട്, മനസ്സിലാവും. അതിൽ ആ ഒരു ക്രോം ഫിനിഷ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ബാക്കി വേരിയൻറ്റിൽ അതില്ല, അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് കാണിച്ചു തന്നത്. ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ വ്യൂവും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് 3 രീതിയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്ലസ്റ്ററിൻ്റെ. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഹോൺ, ഇതാണ് ഹോൺ വരുന്നത്. ഇവിടെ GTയുടെ ബാഡ്ജ് കാണാൻ പറ്റും, GT വേരിയൻറ്റിൽ മാത്രമായിട്ട്. സ്റ്റിച്ചിങ് റെഡ് ലൈറ്റ് GT വേരിയൻറ്റിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അത്രയാണുള്ളത്. പിന്നെയുള്ള സ്റ്റീരിയോൻ്റെ അകത്ത് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC യുടെ വെൻ്റാണെങ്കിലും ഞാനൊരു ക്രോം എലമെൻറ്റ്സ് പ്രതീക്ഷിച്ചു, പക്ഷേ ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ AC എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, C2C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ 7 സ്പീഡ് DSG തന്നെയാണ്. 1 ലിറ്ററിലാണെങ്കിലാണ് നമുക്ക് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ കൊടുത്തുള്ളത്. പിന്നെ ഓട്ടോ ഡിമ്മിങ് IRVM ഉണ്ട്. ഇത് നമുക്ക് മൂൺ റൂഫിലേക്ക് മാറ്റാനും, അതുപോലെ തന്നെ ഇതാണ് നമുക്ക് സൺ റൂഫിൻ്റെ ബട്ടണായിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടും 1 ടച്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞാണ്, ഡീറ്റെയിൽഡ് അങ്ങ് ലെങ്തി റിവ്യൂ ആക്കാനൊന്നും ഉദ്ദേശിക്കില്ല. കാരണം ചാനൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു ഷോർട്ടാക്കിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് കാണാം. ടിൽ ദെൻ ബൈ ബൈ.